ലക്ഷക്കണക്കിന് ആളുകൾ ഒരു സ്ഥലത്ത് ഷോപ്പിംഗ്, ഫുഡ്സ്, റിക്രിയേഷൻ എല്ലാത്തിനും കൂടെ ഒരുമിച്ചെത്തുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്നാ അങ്ങനൊരു സ്ഥലത്തേക്കാണ് നിങ്ങളെ ഞാൻ ഇന്ന് കൊണ്ടുപോകുന്നത്. നമ്മൾ ഇന്ന് പോകുന്നത് ഹൈദരാബാദിലെ ഏറ്റവും വലിയ എക്സിബിഷൻ കാണാനാണ്. അതെ, ദ ഗ്രേറ്റ് നുമായിഷ് എക്സിബിഷൻ. 45 ദിവസം ദൈർഘ്യമുള്ള ഒരു ഓൾ ഇന്ത്യ എക്സിബിഷനാണ് നുമായിഷ്. ഈ വർഷം, അതായത് 2026 ജാനുവരി 1 മുതൽ ഫെബ്രുവരി 15 വരെയാണ് ഈ എക്സിബിഷൻ നടക്കുന്നത് കേട്ടോ. ഇന്ത്യയിലെ നാനാവിധ ഭാഗത്തു നിന്നുള്ള ഹാൻഡിക്രാഫ്റ്റ്സ്, ടെക്സ്റ്റൈൽസ്, വൈവിധ്യമാർന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുന്ന 2000-ഓളം സ്റ്റോൾസ് നമുക്കിവിടെ കാണാം. ഞങ്ങൾ പോയതൊരു തിങ്കളാഴ്ചയാണ്. വർക്കിംഗ് ഡേയിലെ തിരക്കാണ് നിങ്ങളിപ്പോൾ കണ്ടത്. വീക്കെൻഡ്സിൽ പൂഴി വാരി എറിഞ്ഞാൽ നിലത്ത് വീഴില്ലെന്ന് കേട്ടിട്ടില്ലേ, അത്രയും തിരക്കാണ്. ഷോപ്പിംഗ് മാത്രമല്ല, അമ്യൂസ്മെൻറ്റ്സും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ ഈ റൈഡ്സിലൊക്കെ കയറാൻ പേടിയായതുകൊണ്ട് ഞാൻ കയറിയില്ല. കശ്മീരിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അതിനെക്കുറിച്ച് വലിയ വശമില്ലാത്തതുകൊണ്ടേ കണ്ടിട്ടൊന്നും മനസ്സിലായില്ല, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല കേട്ടോ. നുമായിഷ് എക്സ്ക്ലൂസീവ്ലി സ്ത്രീകൾക്ക് പറ്റിയ സ്ഥലമാണെന്ന് വേണമെങ്കിൽ പറയാം. കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഞാൻ ആദ്യമായിട്ട് ഈ ലണ്ടൻ ചോക്ലേറ്റ് കഴിക്കുന്ന കേട്ടോ. ഈ സ്ട്രോബെറിക്ക് എനിക്ക് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും തോന്നിയില്ല, പക്ഷേ ചോക്ലേറ്റ് നല്ല അടിപൊളിയായിരുന്നു. ഇത് നിലോഫർ കഫേ. ഹൈദരാബാദിലെ ട്രെൻഡിങ് ആയിട്ടുള്ള ബൺമസ്ക ഇറാനി ടീ കിട്ടുന്നത് ഇവിടെയാണ്. ഇത് പിന്നെ ഹലീം. ഹലീം എന്താണെന്ന് നിങ്ങൾക്കറിയോ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫുഡ് ഐറ്റം ആട്ടോ ഇത്. ഒത്തിരി ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ സ്റ്റോൾസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ മോസ്റ്റ്ലി ശില്പാറാമമിൽ കണ്ടു തന്നെയാണ്. ഇത് കശ്മീരി ജ്വല്ലറീസ് ആട്ടോ. ഇത് പക്ഷേ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ബാർഗനിങ് ഒന്നും അവിടെ നടക്കില്ല, ഫിക്സഡ് പ്രൈസാണെന്ന് പറയും. അതുകൊണ്ട് ഞാൻ അങ്ങനെ മേടിച്ചില്ല. ഹോം ഡെക്കോർസ് ഒരുപാട് ഉണ്ടായിരുന്നേ. ഇവിടെ ചില സ്റ്റോൾസ് നമുക്ക് ബാർഗെയിനിങ് ചെയ്യാൻ പറ്റും, പക്ഷേ ചില സ്റ്റോൾസ് അവർ ഭയങ്കര അഡമൻ്റായി നിൽക്കും. നമ്മൾ ഫിക്സഡ് പ്രൈസ് അവർ ബോർഡ് വരെ വെച്ചിട്ടുണ്ടാവും. ഇവിടുത്തെ ഒരു ഹിഡൻ ജെം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഏരിയ ആണ് ഞാൻ പറയുക. ചിക്കൻകാരി സെറ്റ്സ്. ചിക്കൻകാരിയുടെ ഒരു 50 സ്റ്റോൾസ് എങ്കിലും കാണാം. ഒരു ഏരിയ മൊത്തം ചിക്കൻകാരി പ്രോഡക്ട്സ് ആണ്. ഒരുപാട് വെറൈറ്റീസ് നമുക്ക് കാണാം. ഹാഫ് സ്റ്റിച്ച്ഡ് മെറ്റീരിയൽസ്, റെഡിമെയ്ഡ്സ്, കുർത്ത, ഷോർട്ട് കുർത്ത, പലാസോസ്, അതിൽ തന്നെ കോട്ടൺ, റയോൺ, സിന്തറ്റിക്സ്, അങ്ങനെ പല ഫാബ്രിക്സും ഉണ്ടായിരുന്നു. ഒരു കട തന്നെ വൈറ്റ് ചിക്കൻകാരി മാത്രം ഉണ്ടായിരുന്നു. എനിക്ക് വല്ലാത്തൊരു ഒബ്സഷനായിരുന്നു കേട്ടോ. എനിക്ക് എത്ര ഇങ്ങനെ നോക്കി നിന്നിട്ടും മതിയായിട്ടില്ലായിരുന്നു. എൻ്റെ ഒരു ഡ്രീമായിരുന്നു കേട്ടോ ഒരു ചിക്കൻകാരി, എന്തെങ്കിലും ഒരു കുർത്തിയോ എന്തെങ്കിലും ഒന്ന് സ്വന്തമാക്കുക എന്നുള്ളത്. ഈ ഓക്സ്ട്രേച്ച് ജ്വല്ലറിയുടെ ഒരു കലവറ തന്നെ കേട്ടോ നുമായിഷ്. ഇവിടെയൊക്കെ പക്ഷെ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.
വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.